ചിരഞ്ജീവി മുനിയുടെ ദുരിതം. ഒരിക്കൽ അച്ഛന്റെ ആജ്ഞയനുസരിച്ച് സ്വന്തം അമ്മയായ രേണുകാദേവിയുടെ ശിരസ്സറുത്ത കഠിനകൃത്യം ചെയ്തതിന്റെ പാപം കാരണം മഴു അദ്ദേഹത്തിന്റെ കൈയിൽ ഒട്ടിപ്പിടിച്ചുപോയി. ആ പാപഭാരം തീർക്കാൻ മഹർഷിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം അരുണാചൽ പ്രദേശിലെ ലോഹിത് നദിയിൽ കൈകഴുകി. അപ്പോഴാണ് മഴു വേർപെട്ടത്. ഇന്നും ആ സ്ഥലം പരശുരാമ കുണ്ട് എന്നറിയപ്പെടുന്നു. ഏകദന്തന്റെ കഥ. ഗുരുവായ ശിവനെ കാണാൻ കൈലാസത്തിൽ ചെന്ന പരശുരാമനെ കാവൽ നിന്നിരുന്ന ഗണപതി തടഞ്ഞു. ക്ഷമയില്ലാത്ത പരശുരാമൻ കോപം പൂണ്ട് തന്റെ ഗുരു നൽകിയ പരശു ഗണപതിക്ക് നേരെയെറിഞ്ഞു. ഗുരുവിന്റെ ആയുധത്തെ ബഹുമാനിച്ച് ഗണപതി ആ ആക്രമണം ഏറ്റുവാങ്ങാൻ തീരുമാനിച്ചു. ആ പ്രഹരത്തിൽ ഗണപതിയുടെ ഒരു കൊമ്പു മുറിയുകയും അതോടെ അദ്ദേഹം ഏകദന്തൻ എന്നറിയപ്പെടുകയും ചെയ്തു. വിദ്യ നഷ്ടപ്പെട്ട ശിഷ്യൻ. ക്ഷത്രിയരോട് വിരോധമുണ്ടായിരുന്ന പരശുരാമന്റെ അടുക്കൽ കർണൻ എന്ന ക്ഷത്രിയ രാജകുമാരൻ ബ്രാഹ്മണവേഷത്തിൽ ശിഷ്യനായി ചേർന്നു. ഒരു ദിവസം ഗുരു ഉറങ്ങുമ്പോൾ കർണന്റെ തുടയിൽ ഒരു വണ്ട് തുളച്ചുകയറി. ഗുരുവിന്റെ ഉറക്കം മുറിയാതിരിക്കാൻ കർണൻ വേദന സഹിച്ചു. എന്നാൽ ചോരയുടെ ചൂടുതട്ടി ഉണർന്ന പരശുരാമൻ ഇത്രയും ക്ഷമയോടെ വേദന സഹിക്കാൻ ഒരു ബ്രാഹ്മണന് കഴിയില്ലെന്ന് മനസ്സിലാക്കി. കർണൻ ക്ഷത്രിയനാണെന്ന് തിരിച്ചറിഞ്ഞ ഗുരു ദേഷ്യത്തോടെ ശപിച്ചു. നീ ഈ വിദ്യ ഏറ്റവുമധികം ആവശ്യമുള്ള സമയത്ത് അത് നിനക്ക് ഓർമ്മിക്കാൻ കഴിയാതെ പോകട്ടെ. അങ്ങനെ വീര്യത്തിന്റെയും ശാപത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും പ്രതീകമായ പരശുരാമൻ തന്റെ പാപഭാരം തീർക്കാനും ലോകത്തിന്റെ ക്ഷേമത്തിനുമായി കടലിലേക്ക് മഴു എറിഞ്ഞ് കേരളമെന്ന പുണ്യഭൂമി സൃഷ്ടിച്ചു. തന്റെ ജീവിതത്തിലെ കഠിനമായ കർമ്മങ്ങൾ കാരണം അദ്ദേഹം ചിരഞ്ജീവിയായി മഹേന്ദ്രപർവ്വതത്തിൽ ഇന്നും തപസ്സനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം.